ചലച്ചിത്ര മേഖലയിൽ ഉയർന്ന ലൈംഗികാരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക പോലീസ് സംഘത്തിന്റെ ആദ്യ യോഗം നാളെ ചേരും. ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കിടേഷിന്റെ മേൽനോട്ടത്തിൽ IG സ്പർജൻ കുമാർ ഉൾപ്പെട്ട 7-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘത്തിലെ തുടർ നീക്കങ്ങൾക്ക് യോഗം രൂപം നൽകും. ആരോപണം ഉന്നയിച്ച സിനിമാ പ്രവർത്തകരുമായി സംഘം ആശയവിനിമയം നടത്തും. റോഷിബാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. റോഷിബാൽ, 1-2 ആരോപണങ്ങളല്ല, ഒരു ലിസ്റ്റ് ആരോപണങ്ങളാണ്. ഇതിൽ എങ്ങനെയായിരിക്കും ഈ അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടികൾ? ഒപ്പം ഈ രഞ്ജിത്തിനെതിരായ കേസുമുണ്ട്. റോഷ്നി, നാളെ രാവിലെ 10 മണിക്ക് പോലീസ് ആസ്ഥാനത്താണ് യോഗം ചേരുക. പ്രത്യേക അന്വേഷണ സംഘം പോലീസ് ക്രൈംബ്രാഞ്ച് മേധാവി വെങ്കിടേഷിന്റെ നേതൃത്വത്തിൽ സ്പർജൻ കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കും. മറ്റുള്ള ഉദ്യോഗസ്ഥർ ഓൺലൈനായും യോഗത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. യോഗത്തിൽ ഇനി അങ്ങോട്ട് ഏത് തരത്തിൽ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിൽ ഒരു വ്യക്തമായ തീരുമാനമുണ്ടാവുക. കാരണം ഇപ്പോൾ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കൊച്ചിയിൽ ഒരു പരാതി എത്തുകയും അതിൽ FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിൽ ഈ അന്വേഷണ ചുമതല ഏത് ഉദ്യോഗസ്ഥന്മാർക്ക് നൽകണം എന്നതിനെ കുറിച്ച് ഒരു വ്യക്തമായ തീരുമാനം ഉണ്ടാകും. ഏതായാലും മൊഴി രേഖപ്പെടുത്തുന്നത് ഉൾപ്പെടെ 4 വനിതാ IPS ഓഫീസർമാരുണ്ട്. അവർക്കായിരിക്കും അതിന്റെ ചുമതല. അവർക്കൊപ്പം മറ്റ് SIമാർ ഉൾപ്പെടെ ഉണ്ടാകും. ഏതായാലും ഇനി സംഘത്തെ വിപുലീകരിക്കണോ എന്നതിലടക്കം ഒരു തീരുമാനം നാളെ ഉണ്ടാകും. അതിനനുസരിച്ച് പിന്നീട് ഇവർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുക എന്ന ചുമതലയിലേക്ക് പുരുഷ IPS ഓഫീസർമാർ മാറുമെന്നാണ് സർക്കാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിച്ചവരെ ടെലിഫോണിലെങ്കിലും ആശയവിനിമയം നടത്തി അവർ ഈ മൊഴികളിൽ ഉറച്ചു നിൽക്കുമോ എന്നതാണ് പ്രധാനമായും അവർ അന്വേഷിക്കുക. അതിനുശേഷമായി ആകും മൊഴി രേഖപ്പെടുത്തുക. പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സർക്കാർ കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം എടുക്കണം എന്ന നിർദ്ദേശമാണ് അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതേ അന്വേഷണ സംഘം തന്നെയായിരിക്കും ഏതെങ്കിലും ഘട്ടത്തിൽ കോടതി ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാൽ ആ അന്വേഷണ ചുമതലയും ഏറ്റെടുക്കുക. ഏതായാലും രഞ്ജിത്തിന്റെ എതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കേസ്, ആ കേസിൽ അടുത്ത നടപടികളിലേക്ക് കടക്കുക ഈ അന്വേഷണ സംഘം തന്നെയായിരിക്കും. നാളെ രാവിലെ 10 മണിക്ക് ചേരുന്ന യോഗത്തിൽ തുടർ തീരുമാനങ്ങൾ, തുടർ നീക്കങ്ങൾ വ്യക്തമായ ഒരു തീരുമാനം ഉണ്ടാകും. റോഷ്നി.